നിൽക്കണമെങ്കിൽ അവന്റെ ഹൃദയത്തിൽ ഈമാനികമായ കയറുകൊണ്ട് അവനെ ബന്ധിപ്പിക്കണം. എവിടേക്ക് ബന്ധിപ്പിക്കണം? അവന്റെ രക്ഷിതാവുമായിട്ട് ബന്ധപ്പെടുത്തണം, അവന്റെ പരലോകവുമായിട്ട് ബന്ധപ്പെടുത്തണം, അവന്റെ മതമൂല്യങ്ങളുമായിട്ട് അവനെ ബന്ധപ്പെടുത്തണം. എന്നിട്ട് പുറത്തിറങ്ങിയാൽ അവൻ ഈ അതിശക്തമായ കാറ്റിലും കോളിലും പെട്ടാലും പതറിപ്പോകാൻ പാടില്ല. അവൻ ഉറച്ചു നിൽക്കണം. അതിനെന്തു വേണം? അതിനാ വിധത്തിൽ അവനെ കെട്ടിയിടണം ഈമാൻ കൊണ്ട്. അതേപോലെ തന്നെ തഖ്വ കൊണ്ട് അവനെ ബന്ധിപ്പിക്കണം. അതിനാദ്യമായിട്ട് അവന്റെ യജമാനനായ അള്ളാഹുവിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കണം. മുസ്ലിം സമുദായത്തിന് പറ്റിയ വലിയ അബദ്ധം അള്ളാഹുവിന് ശരിയാം വണ്ണം ആളുകൾക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹു എന്നവൻ വലിയവനാണ്, മഹാനാണ് എന്ന ഒറ്റ വാക്കിൽ പറയല്ലാതെ ആരാണ് അള്ളാഹു എന്ന് പഠിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ മഹാന്മാരായ ആളുകൾ പറയുകയാണ്, അവ്വലുമാ യജിബു അൻ യഗ്രിഫുൽ അബ്ദു അൻ റബ്ബിഹി. ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കൽ നിർബന്ധമായ കാര്യങ്ങളിൽ ഒന്നാമത്തേത് അവന്റെ റബ്ബിനെ പറ്റിയാണ്. നമ്മൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമായ കാര്യങ്ങളിൽ ഒന്ന്, ഏറ്റവും ആദ്യം അള്ളാഹുവിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് അവന്റെ രക്ഷിതാവിനെ പറ്റിയാണ്. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നീ കർമ്മങ്ങളും അതിന്റെ ഫറളും ഷർത്തും അബ്ആദ് ഹൈആത്ത് സുന്നത്തുകളും നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ്, നമ്മുടെ ആരാധനാ രീതികളും സ്വഭാവങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ്, എന്തിനേറെ നമ്മളെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ്, നമ്മുടെ കുടുംബത്തെ നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ്, നമ്മുടെ സമുദായത്തെയും സമുദായത്തിന്റെ ഇന്നത്തെ നിലവിലുള്ള അവസ്ഥയെയും നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ്, ഓരോ മുസ്ലിമായ മനുഷ്യനും മനസ്സിലാക്കൽ അനിവാര്യമായിട്ടുള്ളത് അൻ റബ്ബിഹി, അവന്റെ നാഥനെ പറ്റിയാണ്, അവന്റെ രക്ഷിതാവിനെ പറ്റിയാണ്, അവന്റെ പരിപാലകനായ റബ്ബിനെ പറ്റിയാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതാണ് ആദ്യം അറിയേണ്ടത്. ആ അറിവ് ഇല്ലാതെ പോയതാണ്, ആ അറിവ് ശരിയായ വിധത്തിലാകാതെ പോയതാണ് ഏറ്റവും വലിയ അബദ്ധം. മഹാന്മാരായ പ്രവാചകന്മാർ വന്ന് ആദ്യമായി നിർവഹിച്ചത് അതായിരുന്നു. ഓരോ കാലഘട്ടത്തിലെയും ഇതിനേക്കാൾ ദുഷിച്ച സമുദായത്തെ അവർ നന്നാക്കി എടുത്തത് ആദ്യമായി ആ സമുദായത്തിൽ ഓരോ വ്യക്തിയെയും വിളിച്ച് റബ്ബിനെ പറ്റി ശരിയായ വിധത്തിൽ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടായിരുന്നു. ഒരൊറ്റ പ്രവാചകനും ആദ്യമായി നിലവിലുണ്ടായിരുന്ന അധർമ്മത്തെ പറ്റിയല്ല, അനീതിയെ പറ്റിയല്ല, തിന്മയെ പറ്റിയല്ല സംസാരിച്ചത്. അതായിരുന്നെങ്കിൽ അവർക്ക് എളുപ്പമാകുമായിരുന്നു. ആ പ്രവാചകന്മാർ ആദ്യമായും പ്രധാനമായും അവരോട് പറഞ്ഞതും അവരെ പഠിപ്പിച്ചതും അവരുടെ അള്ളാഹുവിനെ പറ്റിയാണ്, അവരുടെ റബ്ബിനെ പറ്റിയാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയാക്കിയെടുക്കുക ചെയ്തത്, എന്നിട്ട് പരലോകത്തിലുള്ള വിശ്വാസം ശരിയാക്കിയെടുക്കുക ചെയ്തത്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ കടന്നു വന്നുകൊണ്ട് നിങ്ങൾ ആരും കള്ളു കുടിക്കരുത്, ലഹരി ഉപയോഗിക്കരുത് എന്ന നിയമമാണ് നടപ്പിലാക്കിയിരുന്നതെങ്കിൽ മാതറക്കൂ, അവർ ഒരിക്കലും ഒഴിവാക്കുമായിരുന്നില്ല, കള്ളുകുടി അവർ ഒഴിവാക്കുമായിരുന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ അതിനു മുമ്പ് അവരെ വിശ്വാസം പഠിപ്പിച്ചു. വിശ്വാസം പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം അവരോടൊരു ചോദ്യം, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങളുടെ ജീവിതത്തിന്റെ അഭിനിവേശമായി മാറിയിട്ടുള്ള, നിങ്ങളുടെ മജ്ജയിലും രക്തത്തിലും കലർന്നുകൂടിയിട്ടുള്ള ഈ കള്ളുകുടി നിർത്തുവാൻ സമയമായില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഖാലു, പ്രവാചകന്റെ അനുചരന്മാർ പറയാണ്, ബല ഇൻതഹൈനാ യാ റസൂലല്ലാഹ്, അതേ റസൂലേ, ഞങ്ങളത് അവസാനിപ്പിച്ചു, ഇനി ഞങ്ങളത് കുടിക്കില്ല. അങ്ങനെ ആദ്യം ശരിയാകേണ്ടത്. അത് ശരിയായ വിധത്തിൽ, കുറ്റമറ്റ വിധത്തിലായാൽ ആ മനുഷ്യനെ നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാണ്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കക്കാരെ മാറ്റിയെടുത്തത്. ലോകാത്ഭുതമാണ്. 23 കൊല്ലക്കാലങ്ങൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച സാഹചര്യത്തിൽ ആ മക്ക സമൂഹത്തെ ലോകത്തിന്റെ തന്നെ മാതൃകാ പുരുഷന്മാരാക്കി മാറ്റിയെടുത്തു എന്നത് വലിയ ഒരു അത്ഭുതമാണ്. ഒരു മാസ്പരികത എന്നതിന് പറയാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ആ സമുദായത്തെ മാറ്റി. അത് എന്തുകൊണ്ടാണ്? ഈ വിശ്വാസങ്ങൾ കൊണ്ടാണ്. ആയിഷ റളിയല്ലാഹു അൻഹ രണ്ടാമത് പറയുന്നത്, മഹാനായ പ്രവാചകൻ മക്കയിൽ വന്നുകൊണ്ട് മക്ക നിവാസികളോട് നിങ്ങൾ തെറ്റായ ലൈംഗിക വൃത്തി ചെയ്യരുത്, വ്യഭിചരിക്കരുത് എന്നാണ് ആദ്യമായി പറഞ്ഞിരുന്നുവെങ്കിൽ അവർ വ്യഭിചാരം ഒഴിവാക്കുമായിരുന്നില്ല. ആ തത്വങ്ങളും നിയമങ്ങളുമാണ് അവരെ പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ടുള്ള ദോഷം എന്തു തന്നെ പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല, അത് പ്രയോഗത്തിൽ വരില്ല. പക്ഷേ അത് പൂർണ്ണമായി അവിടെ പ്രയോഗത്തിൽ വരികയാണ്. ഒരു ചെറുപ്പക്കാരൻ മഹാനായ പ്രവാചകൻ അസ്ർ നമസ്കാരത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ പ്രവാചകന്റെ അരികിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നബിയെ, ഞാൻ എന്തു ചെയ്യണം?
ഞാൻ ഇതുവരെ പിന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വളർത്തിയെടുത്തിട്ടുള്ള എൻ്റെ വിശ്വാസം എന്നിൽ നിന്ന് തകർന്നടിഞ്ഞു നബിയെ. ഹലക്തു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ ഞാൻ നാശമടഞ്ഞു. ശാരീരികമായിട്ടല്ല, വിശ്വാസപരമായിട്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല, എൻ്റെ മനസ്സിന് അസ്വസ്ഥമാണ്. മഹാനായ പ്രവാചകൻ പറയുന്നു, ബയ്യൻ, നീ വ്യക്തമാക്കി വിശദീകരിച്ച് പറ, എന്താണ് സംഭവിച്ചത്? അള്ളാഹുവിന്റെ റസൂലിനോട് ആ സഹാബി പറയുകയാണ്, റസൂലേ, ഞാൻ മദീനയിൽ ഈത്തപ്പഴം കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി എന്റെ കടയിൽ വരികയാണ്. ഫനളർതു ഇലൈഹാ അന്നളറത സാനിയ, രണ്ടാമതൊരു ആവർത്തി ഞാൻ അവളെ നോക്കുകയാണ്, അഥവാ അവളുടെ സൗന്ദര്യത്തെ ഞാൻ ആസ്വദിക്കുകയാണ് നബിയെ. അപ്രകാരം എന്റെ ജീവിതത്തിൽ വന്നുപോയി. അതുകൊണ്ട് ഞാൻ വളർത്തിയെടുത്ത എന്റെ വിശ്വാസം തകർന്നു പോയുവോ, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം നഷ്ടപ്പെട്ടുവോ, എന്റെ സ്വർഗലോകം എനിക്ക് നഷ്ടപ്പെട്ടുവോ എന്ന പേടിയാകുന്നു എന്ന് മഹാനായ പ്രവാചകനോട് ആ ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കുകയാണ്. അത്രത്തോളം വിശുദ്ധമാക്കിയെടുത്ത് നടത്തും. നേരത്തെ പറഞ്ഞ ആ അബദ്ധ സഞ്ചാരത്തിൽ നിന്ന്, ആ അപകടകരമായ കൊണ്ടിൽ നിന്ന്, ലൈംഗികമായ അരാജകത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചെടുത്ത് വളർത്തിയെടുത്ത് അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി, അവരുടെ തഖ്വാബോധം എത്രത്തോളം ഉയർന്നു നിൽക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണിത്. എങ്ങനെയാണ് പ്രവാചകൻ അവരിൽ പ്രായോഗികമാക്കിയത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, വ്യഭിചാര തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടോ അതിന്റെ സാമൂഹ്യ ദോഷങ്ങളെ വിശദീകരിച്ചുകൊണ്ടോ അല്ല. അതിനു മുമ്പ് മഹാനായ പ്രവാചകൻ അവർക്ക് ചില നിയമങ്ങളും ചില വിശ്വാസങ്ങളും പഠിപ്പിച്ചു. അതുകൊണ്ടാണ് അവരിൽ മാറ്റമുണ്ടായത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള നീതിബോധമുണ്ടോ? സമ്പത്ത്, മറ്റുള്ളവരുടെ സമ്പത്ത് കവർന്നെടുക്കുക അവരുടെ ഒരു ഹോബിയാണ്. മക്കായുടെ പരിസരങ്ങളിലൂടെ യാത്രാ സംഘങ്ങൾക്ക് ധൈര്യമായി നടന്നു പോകാൻ പാടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുസ്ലിം ആകുന്നതിന് മുമ്പ് അദ്ദേഹം അടക്കമുള്ള ചെറുപ്പക്കാർ പാറക്കരികിലും അതേപോലെ തന്നെ കുറ്റിക്കാടുകൾക്ക് അടിയിലും ഒളിച്ചിരുന്നു കൊണ്ട് യാത്രാ സംഘം നടന്നു പോകുമ്പോൾ അവരുടെ മേൽ കടന്നാക്രമണം നടത്തുകയും അവരുടെ കയ്യിലുള്ളത് നിർബന്ധപൂർവ്വം പിടിച്ചു പറിച്ച് വാങ്ങുകയും ചെയ്യുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നത് ഫഖദുസ്തുഹിറ ബിഖുത്താഇ മക്ക, മക്കയിലെ കൊള്ളക്കാരൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കുറെ കൊള്ളക്കാർ, ആ കൊള്ളക്കാരുടെ പിൻഗാമികളായ സ്വഹാബിമാര് പറയാണ്, കുന്നാ ലാ നഅരിഫു സരിഖത വലാ നഅരിഫുൽ കദിബ ഫീ അഹദി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കളവ് എന്താണ് എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങൾ കളവ് പറയില്ല എന്നല്ല, എന്താണ് കളവ് പറയാ, കളവ് പറയൽ എന്ന സംഗതി എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. എന്താണ് കളവ് നടത്തുക എന്ന് പറഞ്ഞാൽ, കട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് സംഗതി എന്ന് ഞങ്ങൾക്ക് പരിചയമുണ്ടായിരുന്നില്ല. അത്രയും ഉന്നതമായ ആളുകളാക്കി മഹാനായ റസൂലുള്ളാഹി അവരെ മാറ്റിയത് ആദ്യം അവരെ ഈമാൻ പഠിപ്പിച്ചത് കൊണ്ടാണ്. ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തേത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. ആ അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയായ വിധത്തിൽ അവരെ പഠിപ്പിച്ചത് കൊണ്ടാണ്. എന്തേ പഠിപ്പിക്കേണ്ടി വന്നത്? അള്ളാഹു ഉണ്ട് എന്ന് പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല മഹാനായ പ്രവാചകന്. ആ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന കാലഘട്ടത്തിൽ പ്രവാചകന് നുബുവത്ത് കിട്ടുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലും സന്ദർഭങ്ങളിലും മഹാനായ പ്രവാചകന്റെ നാട്ടുകാരായ ആ മക്കക്കാർ, അറബികൾ, ഖുറൈശികൾ, അബൂജഹലും ഉത്ബത്തും ഷൈബത്തും വലീദും അടക്കമുള്ള ആളുകൾ പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്യുന്ന സമയത്ത് അവർ നിർവഹിക്കുന്ന ഒരു തൽബിയത്തുണ്ട്. ഇസ്ലാമിന്റെ ചരിത്രത്തിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പിന്നെ തൽബിയത്ത് എന്താണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. എന്താ തൽബിയത്ത് എന്നറിയോ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ഈ വിശുദ്ധമായ കഅബയിൽ ഇതാ ഞങ്ങൾ ഹജ്ജ് കർമ്മത്തിന് അല്ലെങ്കിൽ ഉംറ നിർവഹണത്തിന് വന്നിരിക്കുന്നു. ലബ്ബൈക അല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് നിന്റെ പരിശുദ്ധമായ ഗേഹമായ കഅബയെ പ്രദക്ഷിണം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളിതാ എത്തിയിരിക്കുന്നു. അബൂജഹലും ഉത്ബത്തും ഷൈബത്തും വലീദും അടക്കമുള്ള പ്രവാചകന്റെ എതിരാളികളായി തീർന്നിട്ടുള്ള ആളുകൾ അക്കാലഘട്ടത്തിൽ തന്നെ പറയുകയാണ്. അതിന്റെ അർത്ഥം അവർക്ക് അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അവർ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളായിരുന്നു. അല്ലാഹു ഉണ്ട് എന്ന് വിശ്വാസമുണ്ട്. അല്ലാഹു ആണ് ഈ പരിശുദ്ധമായ കഅബയുടെ നാഥൻ എന്ന് വിശ്വസിക്കുന്നവരാണ്. അബ്രഹത്തിന്റെ നേതൃത്വത്തിൽ വിശുദ്ധമായ കഅബ പൊളിക്കുന്നതിന് വേണ്ടി മക്കയിലേക്ക് ഒരു സൈന്യം വന്നു. മഹാനായ